ദൈവത്തിന് ഒരു പ്രത്യേക കോസ്റ്റ്യൂമാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇപ്പൊ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളയായിട്ടുള്ള ഒരു കാണാറുണ്ടല്ലോ. അപ്പൊ ഇത് വിവാദങ്ങളെ പേടിച്ചിട്ടാണോ അങ്ങനെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്? ഞാൻ ഉത്തരവാദിയല്ല. ആക്ച്വലി സംഭവിച്ചാൽ നമ്മൾ ഇതിനകത്തൊരു ദൈവത്തെ അല്ലെങ്കിൽ ഒരു മതത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നില്ല. അപ്പോൾ സോ നമ്മൾ യൂണിവേഴ്സിൻ്റെ ഒരു കളർ തീം നമ്മൾ സമീറ സനീഷാണ് ആ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് തന്നെ. അപ്പോൾ കുറേ കോസ്റ്റ്യൂംസ് കാണിച്ചു തന്നപ്പോൾ അതിലെനിക്ക് അതാണ് ഇഷ്ടപ്പെട്ട ഒരു ഡിഫറെൻറ്റ് പരിപാടി. കാരണം നമുക്ക് വെള്ളയിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് പറയും, പല പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പം അതാണ് ഒരു ഡിഫറെൻറ്റ് പരിപാടി അങ്ങനെ വിളിച്ചത്. താങ്ക് യു. ബേസിക്കലി കോസ്റ്റ്യൂംസിലും മേക്കപ്പിലും ഒന്നും ഞാൻ ഇൻവോൾവ് ആവാറില്ല. നമുക്കൊരു കഥാപാത്രം തന്നിട്ടുണ്ട്. അതിപ്പോൾ പ്രൊട്ടഗണിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ആന്റഗണിസ്റ്റ് ആയാലും അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് റോൾ വേറെ ഏതെങ്കിലും ക്യാരക്ടർ ആയാലും കൊമേഡിയൻ ആയാലും നമ്മളൊരു സംവിധായകൻ അല്ലെങ്കിൽ റൈറ്റർ പറയുന്ന രീതി ചെയ്യാന്നുള്ളതാണ്. ഇപ്പം സണ്ണി ഞാൻ ഫസ്റ്റ് ഡേ ഈ കോസ്റ്റ്യൂം ആയിരുന്നില്ല, മറ്റേ കളർഫുൾ കോസ്റ്റ്യൂം ആയിരുന്നില്ല. ഫസ്റ്റ് അവരുടെ പിങ്കും ഇതുമായിരുന്നു, മുണ്ടുമായിരുന്നു. അപ്പം നോർമൽ മനുഷ്യൻ്റെ കോസ്റ്റ്യൂം ആണല്ലോ. അതിനുശേഷം പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പം താങ്കൾ ചോദിച്ച പോലെ ആ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നില്ല, എന്തുകൊണ്ടായിരിക്കുമെന്ന്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഫെബി പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ മതം പറയുന്നില്ല ഇവിടെ. പക്ഷെ ഇപ്പൊ എൻ്റെ കഥാപാത്രം ഒരു ക്രിസ്ത്യൻ റിലിജൻ വിശ്വാസിയാണ്, അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം ഏത് മതത്തിലാണ്? ദൈവം നമ്മൾ പണ്ടോട്ടെ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ വീട്ടുകാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ റിലിജൻ അനുസരിച്ച് നമ്മൾ ഒരു ദൈവത്തിനൊരു രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. രൂപം എനിക്ക് കന്നഡ കൊണ്ട് വായിക്കാൻ പറ്റില്ല, ഇത്ര അടുത്ത് വെച്ചാൽ ഫോക്കസ് ഔട്ടാ മൊത്തം. വേറൊന്നുമല്ല, ഗോഡിന്റെ ഫുൾ ഫോം അറിയാമോ? ഗോഡിന്റെ ജനറേറ്റർ, ഓപ്പറേറ്റർ, ഡിസ്ട്രോയർ, അങ്ങനെയാണ് ആക്ച്വലി ഒരു ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. ആ രീതിയിലാണ് നമ്മൾ ദൈവത്തെ പ്രസന്റ് ചെയ്തേക്കുന്നത്. ചേട്ടനൊരു ക്രിസ്തീയ വിശ്വാസി അല്ലെങ്കിൽ ആ ഒരു മതത്തിൽപ്പെട്ടായതുകൊണ്ട് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആളെ എപ്പോഴും അതിനകത്ത് വേറൊരു ക്യാരക്ടറും ഉണ്ട്, ഒരു ഹിന്ദു ക്യാരക്ടറും ഉണ്ട്. അപ്പൊ അതും ആളെ ദൈവം സഹായിക്കുന്നുണ്ട്. പിന്നെ അഭിഷേക് രവി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് ഒരു ഹിന്ദു ക്യാരക്ടറാണ്, ക്രിസ്ത്യൻ ദൈവമല്ല. ഞാൻ കണ്ടു പരിചയിച്ച എല്ലാ സിനിമകളിലും പിയാറോമായിട്ട് പണ്ടോട്ടെ കണ്ടു. അതുപോലെ എല്ലാ സിനിമകളും ഞാൻ കണ്ട് പരിചയിച്ച കാണുന്നത് താങ്ക് ഗോഡ് എന്ന് എഴുതി കാണിക്കും. അത് ഏത് യുക്തിവാദി പ്രൊഡ്യൂസറായിട്ട് എഴുതി കാണിക്കുകയാണ്. അങ്ങനെ ആ താങ്ക് ഗോഡ് എന്ന ഓൺലൈനിലാണോ റിട്ടേൺ ആൻഡ് ഡയറക്ട് ഗോഡ് എന്നുള്ള ഈ ടൈറ്റിൽ കണ്ടെത്തി? ആക്ച്വലി നമുക്ക് ആദ്യം ഓ മൈ ഗോഡ് അങ്ങനെ സംഭവങ്ങളൊക്കെ ആലോചിച്ചായിരുന്നു. പിന്നെ നമ്മൾ റൈറ്റേഴ്സ് ഒരു പേജ് സജസ്റ്റ് ചെയ്തായിരുന്നു, ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറഞ്ഞാൽ. അത് അത്ര ഇതായി തോന്നിയില്ല. അപ്പോൾ ആക്ച്വലി ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ ആൾക്കാർ പറയും അതിൻ്റെ റീമേക്കാണ്, മറ്റേതാണ്. അപ്പോൾ അങ്ങനെ ആക്ച്വലി ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ റിട്ടേൺ ആൻഡ് ഡയറക്ട് ബൈ ഗോഡ് എന്ന് ഇതാക്കി. ആക്ച്വലി ഗോഡ് എന്നുള്ള സാധനം ഹൈലൈറ്റ് ചെയ്യാൻ നോക്കിയത്. ബട്ട് ഇപ്പോൾ ആൾക്കാർ റിട്ടേൺ ആൻഡ് ഡയറക്ട് ബൈ ഗോഡ് എന്ന പേര് നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു. ഇതില് ഫസ്റ്റ് കാണിക്കുന്നതിൽ ഫസ്റ്റത്തെ പടം വിജയിച്ച ഒരാളുടെ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ചേട്ടൻ ഇങ്ങനെ വിജയത്തിൽ അധികമായിട്ട് ആഹ്ലാദിക്കാറുണ്ട്? ഞാനൊരു ഘട്ടം വരെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആഹ്ലാദിക്കണമെന്ന്. അന്നുവരെ എനിക്ക് സക്സസ് കിട്ടിയില്ല. ഞാൻ ഒരു തീരുമാനം എടുത്തു, എനിക്കിനി ജീവിതത്തിൽ ഒരു ഹിറ്റ് സിനിമയിൽ അഭിനയിച്ചാൽ അത് ഹിറ്റാകുമല്ലോ, അത് ചിലപ്പോൾ 100 ദിവസം ഓടുമായിരിക്കും. അന്നത്തെ കാര്യം പറയാം കേട്ടോ, ഇപ്പം 100 ദിവസം ഓടുന്നില്ല, അന്ന് 100 ദിവസം വരെ പോയല്ലോ. അപ്പം അങ്ങനെ ഒരു സമയം വരുവാണെങ്കിൽ ഞാൻ അങ്ങ് ആഹ്ലാദിക്കും. അപ്പം അത് ആ സമയത്ത് സംഭവിച്ചില്ല. പക്ഷേ ഞാൻ തീരുമാനം എടുക്കുകയാണ്, ഞാൻ ആഹ്ലാദിക്കില്ല. ഞാൻ വളരെ മെച്ചൂർഡായിട്ട് എനിക്ക് സക്സസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും. ഞാൻ ഒരുപാട് ദുഃഖിക്കില്ല. ഒരു ഫ്ലോപ്പ് വന്നാൽ, ഹിറ്റ് കിട്ടിയാൽ ഞാൻ ഒരുപാട് ആഹ്ലാദിക്കില്ല. അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്ത് ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ട്രിവാൻഡ്രമിലോട്ട് സംഭവിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് എൻ്റെ ഭാര്യ പറഞ്ഞതെന്നാണ്, ഞാൻ മനസ്സിലാക്കിയതല്ല, പറഞ്ഞു പോയത് അറിയാട്ടെ. എൻ്റെ ഭാര്യ പറഞ്ഞത്, സൈജു ദൈവത്തിനും അറിയാം, അല്ലെങ്കിൽ നമ്മൾ ഈ അൾട്ടിമേറ്റ് പവർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ദൈവം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് പവർ, നമ്മൾ എന്താണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഐദർ അൾട്ടിമേറ്റ് പവർ ഓർ ഗോഡിന് അറിയാം ഒരാൾക്ക് എപ്പോഴും സക്സസ് കൊടുക്കേണ്ടതെന്ന്. അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിനൂടെ തോന്നണം.
ഹീസ് മെച്ചുവർഡ് ഇനഫ് ടു ഹാൻഡിൽ സക്സസ്, അപ്പോഴായിരിക്കും ഇത് നമുക്ക് സക്സസ് കിട്ടുന്നതെന്ന്. അപ്പം ഞാൻ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് മെച്ചുവർഡാണെന്നും തീരുമാനിച്ചതല്ല. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് തോൽവികൾ, ഒരുപാട് എന്താണ് ആൾക്കാർ ഇഗ്നോർ ചെയ്യുന്നതും, അത് പലരും, ഇപ്പം ഇൻഡസ്ട്രിയിൽ ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ സാധാരണ ജനത്തിന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് ഹേർഡിൽസ് ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു സക്സസ് വന്നപ്പോഴത്തേക്കും എനിക്കറിയാം ഇത് ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ് ദൈവത്തിൻ്റെ, ഇത് അധികം കാലം കാണൂല. അതായത് ആ സിനിമയുടെ കാര്യം ഞാൻ പറയണത് കറക്റ്റാണ്. വെച്ചാൽ ട്രിവാൻഡ്രം ലോഡ്ജ് റിലീസായത് ഹിറ്റായി, എൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. 1 മാസം 2 മാസം അത് കഴിഞ്ഞ് ആ പടം മറന്നു ആൾക്കാർ. അപ്പോഴത്തേക്കും വേറൊരു ഹിറ്റ് പടം വന്നു കഴിഞ്ഞു, വേറെ ആരുടെയെങ്കിലും. അപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് മറന്നു. പിന്നെ നമ്മൾ അടുത്തൊരു ഹിറ്റ് കൊടുക്കണം. അത് വീണ്ടും ആ ഹിറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ലിമിറ്റഡ് പീരീഡ് ആണത്, ആ ഓഫർ ലിമിറ്റഡ് പീരീഡേ കാണുള്ളൂ. അതേപോലെ തന്നെ ഈ ഫ്ലോപ്പുകൾ, ഇപ്പം ഭരതനാട്യം ഫോർ എക്സാമ്പിൾ, ഭരതനാട്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്രസ്ഡ് ആയത്. അതിൻ്റെ കാരണം സതീഷേട്ടൻ പറഞ്ഞ പോലെ ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ടല്ല കേട്ടോ. അതിൻ്റെ കാരണം അത്രമാത്രം ഞാനിത് ഹിറ്റാകുമെന്ന് വിചാരിച്ചു. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്, ഈ പടം എന്തായാലും ഹിറ്റാവും. ഈ കോൺഫിഡൻസ് ഞാൻ ആരോടും ഞാൻ കാണിച്ചിട്ടില്ല. എൻ്റെ ഫാമിലിയിലും എൻ്റെ പാർട്ട്ണറും അല്ലെങ്കിൽ സംവിധായകൻ അവരോടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്ത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഓപ്പണായിട്ട്. ഇതെന്തായാലും ഹിറ്റാണ്, മിനിമം ഗ്യാരണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് അടിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അത് വീണതോടുകൂടി ഞാൻ തകർന്നു പോയി. ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ഞാൻ. ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ല, പക്ഷെ ഭയങ്കര വിഷമം. എൻ്റെ ഭാര്യ, ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിരുന്നു, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, സൈജു ഒന്ന് റീതിങ്ക് ചെയ്യാമല്ലോ, ബാക്ക് ടു കോർപ്പറേറ്റിലേക്ക് പോകും. ഇപ്പം ഇങ്ങനെ ഓരോ സിനിമ വരുമ്പം ഓടാണ്ട് വരുമ്പോഴത്തേക്കും ഡിപ്രസ്ഡ് ആയാൽ പിന്നെ സൈജുന് അതിനെല്ലാം നേരം കാണുള്ളൂ. വെച്ചാൽ ഓരോ പടം വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഒരാഴ്ച ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊന്ന് ചിന്തിച്ചു, ശരിയാണ്, വിട്ടാലോ പരിപാടി. അപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും OTT വന്നു. ഇതങ്ങ് കയറി അങ്ങ് ഭയങ്കര ഹിറ്റായി. പക്ഷെ ഞാൻ ആഹ്ലാദിച്ചില്ല. അത്രയും സന്തോഷം ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാനത് കടിച്ചു പിടിച്ച് വെച്ച് ഞാൻ പുറത്ത് ആരോടും കാണിച്ചില്ല ഞാൻ ഇത്ര എക്സൈറ്റഡ് ആണ്. ഞാൻ പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചില പടം ഹിറ്റായല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ ചോദ്യം വേറെ റൂട്ടിലേക്ക് പോകുന്നത്. യെസ്. അപ്പൊ അതുകൊണ്ട് ഉള്ളിനുള്ളിലൊക്കെ സന്തോഷിക്കും. ഇപ്പം ഭരതനാട്യത്തിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചത് പണ്ട് അറിയാവുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും കൂടുതൽ ഒരു പടത്തിന്റെ എന്താണ് പടം പ്രശ്നമാവുകയാണെങ്കിൽ തോൽവിയിൽ നമ്മൾ ഡിപ്രസ്ഡ് ആകാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. നാളെ ഒരു പടത്തിന് സംഭവിച്ചാൽ, ഇന്നിപ്പം റിട്ടേൺ ആൻഡ് ഡയറക്ടറുടെ ഗവർണർ ഭയങ്കര മോശം റെസ്പോൺസാണ് വന്നിരുന്നെങ്കിൽ വീണ്ടും ആ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ എനിക്ക് മിനിമം ഒരാഴ്ച. പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ചില്ല, ദൈവാനുഗ്രഹം നല്ല റിപ്പോർട്ട്സാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. നാളെ ഏതെങ്കിലും ഒരു പടത്തിന് ഇങ്ങനെ സംഭവിച്ചാൽ ഡെഫിനറ്റ്ലി ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല.